ഗവർണറും മുഖ്യമന്ത്രിയായിട്ടുള്ള പോരെന്ന് പറയുന്നത് ഇപ്പോൾ വേറൊരു തലത്തിലേക്ക് മാറിയിരിക്കുകയാണ്. ഇപ്പോൾ ഗവർണറെ അത് യഥാർത്ഥത്തിൽ ഞാൻ അഡ്വൈസ് കൊടുത്തത്, ഗവർണർ നിങ്ങൾ ഇതുവരെ തിരിച്ചു വിളിച്ചില്ലല്ലോ എന്ന് കോൺഗ്രസ്സുകാർ ചോദിച്ചു. ലീഡർഷിപ്പ് ഗവർണറെ തിരിച്ചു വിളിക്കാൻ നിങ്ങൾ ആവശ്യപ്പെട്ടിട്ടില്ലോ അതങ്ങ് അവർ ഉൾക്കൊണ്ട് കഴിഞ്ഞപ്പോൾ എന്നാൽ ഇനി അന്നേരം അതുവരെ ആ ബോധമില്ലായിരുന്നു കേട്ടോ. ഇനി ഗവർണറെ തിരിച്ചു വിളിക്കണം എന്നുള്ള രീതിയായി. അപ്പോൾ ഗവർണർ അപ്പോയിൻമെൻറ്റ് വരുമ്പോൾ ഒരു യഥാർത്ഥത്തിൽ നിർബന്ധമൊന്നുമില്ല സെൻട്രൽ ഗവൺമെൻറ്റിന് ഇവരുടെ അടുത്ത് കൺസൾട്ടേഷൻ വേണമെന്ന്. എന്നാലും സാമാന്യ മര്യാദയുടെ പുറത്ത് ഒരു അത് ഏതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു നടപടി അങ്ങ് നടത്തുന്നുള്ളേ ഉള്ളൂ. അതിന് ഒരു വെറും ഫോർമാലിറ്റി എന്നുള്ളതല്ലാതെ അതിന് ലീഗലായിട്ട് വലിയ സ്റ്റാൻഡിങ് എന്നുള്ളതല്ല. സ്റ്റേറ്റ് ഗവൺമെൻറ് അടുത്ത് ചോദിക്കും, അപ്പോയിൻ്റ് ചെയ്യട്ടോ ഇങ്ങനെ ഒരാളെ വിടുന്നു ചിലപ്പോൾ ചോദിക്കാറുണ്ട്. ഇവരുടെയൊക്കെ ചോദിക്കുന്നുണ്ടോ, ഇപ്പോൾ ഇത് ചോദിക്കുന്നുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ അങ്ങനെ അത് കഴിഞ്ഞാൽ ഗവർണർ തിരിച്ചു വിളിക്കണം എന്നാവശ്യപ്പെട്ട് കഴിഞ്ഞാൽ, ഇപ്പോൾ ഗവർണർ ശരിയായ രീതിയിൽ പ്രവർത്തിക്കുമ്പോൾ ആ ഗവർണറെ തിരിച്ചു വിളിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് സെൻട്രൽ ഗവൺമെൻറ്റാണ്, യൂണിയൻ ഗവൺമെൻറ്റാണ്. അല്ലാതെ ഇവിടെ കേരള ഗവൺമെൻറ് സർക്കാരൊന്നും അല്ല. ഇവിടുത്തെ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ ക്യാബിനറ്റോ ഇത് ആവശ്യപ്പെട്ടാൽ പോലും അങ്ങനെ തിരിച്ചു വിളിക്കേണ്ട കാര്യമൊന്നുമില്ല. വിളിക്കേണ്ട ഒരു ബാധ്യതയും ഗവൺമെൻറ്റിനില്ല. ഗവർണറെ തിരിച്ചു വിളിക്കുന്നില്ലെങ്കിലോ ഇവരെന്ത് ചെയ്യും? ഇനി തിരിച്ചു വിളിക്കാത്ത ആളിനെ ഇവിടെ നിന്ന് അടിച്ചോടിക്കാം എന്നുള്ള പണിയാണെന്നുണ്ടെങ്കിൽ പിന്നെ ചെയ്യാൻ പോകുന്നത് സെൻട്രൽ ഗവൺമെൻറ് ഭരണഘടനയുടെ 356 വകുപ്പ് പ്രയോഗിക്കും. ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗവൺമെൻറ്റിനെ പിരിച്ചുവിടും. ഇത് തന്നെ നടക്കാൻ പോകുന്നത്. എന്നിട്ട് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തും. കാരണം ഇവിടുത്തെ ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ തകർന്നു എന്നുള്ളതിന് അതിലും വലിയൊരു തെളിവ് വേണ്ട. അതായത് യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധിയായിട്ടുള്ള ഗവർണറെ ഇവിടെ തുടരാൻ സമ്മതിക്കുന്നില്ല, അദ്ദേഹത്തിന് ഇവിടെ പ്രവർത്തിക്കാൻ സമ്മതിക്കുന്നില്ല എന്നുള്ള ഒരു കാഴ്ചപ്പാട് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ലോ ആൻഡ് ഓർഡർ തകർന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. പിന്നെ അതിന് വേറെ തെളിവൊന്നും വേണ്ട. അതുകൊണ്ട് വളരെ എളുപ്പമാണ്. അതുകൊണ്ട് ഇതൊന്നും നിർത്തിവെച്ചില്ലെങ്കിൽ ഇത് പ്രശ്നത്തിലേക്ക് കലാശിക്കും. ഇത് എനിക്ക് സംശയമുണ്ട്, ഇത് ഇട്ടുകൊണ്ട് ഓടാൻ വേണ്ടിയാണോ എന്ന്. കാരണം ഏതെങ്കിലും വിധത്തിൽ ഇവർ പ്രശ്നം ഉണ്ടാക്കി എങ്ങനെയെങ്കിലും ഈ ഗവൺമെൻറ്റിനെ ഒന്ന് പിരിച്ചുവിടാൻ ഉള്ള ഇടയുണ്ടാക്കിയിട്ട് അവർക്കൊരു വീരപരിവേഷം, അതായത് ഒരു എന്ന് വെച്ചാൽ പരിവേഷം കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞത് അവർക്ക് വളരെ ഒരു അവരോട് ഒരു അനുകമ്പ ജനങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിയെടുക്കാം. ആ രീതിയിലുള്ള ഒരു പ്രശ്നം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയാണോ എന്നെനിക്ക് സംശയമുണ്ട്. കാരണം അല്ലാതെ ഇവിടെ വേറെ വലിയ കാര്യമൊന്നുമില്ല. ഈ ഗവർണർ ചെയ്തേക്കുന്ന കാര്യങ്ങളിലൊന്നും വലിയ തെറ്റൊന്നും പറയാൻ വെക്കുന്ന ഒരു കാര്യമല്ല ചെയ്ത് വെച്ചേക്കുന്നത്. അങ്ങനെയുള്ളപ്പോൾ ഇത് പിന്നെ ആകെപ്പാടെ അതിനകത്തൊരു പ്രശ്നം ഞാൻ കണ്ടത്, ഏതാണ്ട് 4 ABVP-ക്കാരെ എങ്ങാണ്ട് അദ്ദേഹം നോമിനേറ്റ് ചെയ്തു. അദ്ദേഹത്തിൻ്റെ ഒരു ലിസ്റ്റ് കൊണ്ട് കൊടുത്തു എന്നുള്ളതാണ്. ആ കൊടുക്കുന്ന ലിസ്റ്റൊന്നും ഗവർണർ അതേപോലെ എടുക്കാൻ ബാധ്യതയൊന്നുമില്ല ഗവർണർക്ക്. അതിനകത്ത് ഒരു 4 ABVP-ക്കാരെ ഉണ്ടായിപ്പോയെന്നുള്ളത്. എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലെയും പെട്ടവരുണ്ടെങ്കിൽ അവരെ വേണം. അതിൽ സ്റ്റുഡൻസ് ആരും ഇല്ലായിരുന്നു എന്നുള്ളതാണ് സെനറ്റിലേക്ക് ഗവർണർ. അതുകൊണ്ടാണ് ABVP-ക്കാരെ. അത് ശരിയല്ല ഗവർണർ ചെയ്യുന്നത്. ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവരെയൊന്നും അദ്ദേഹത്തിൻ്റെ ചോയ്സിലൊന്നും അങ്ങനെ ചെയ്യാൻ പാടില്ല. എല്ലാ പാർട്ടിയിലെയും ഉള്ള ആളുകളെ അങ്ങനെ എന്തെങ്കിലും സ്റ്റുഡൻസ് ആണെങ്കിലും അദ്ദേഹം വേണ്ടത് ഏതെങ്കിലും വിദ്യാർത്ഥി സംഘടനകൾ വേറെ ഉണ്ടെങ്കിൽ അതേ എടുക്കണം. ഇല്ലെങ്കിൽ ഒരു സംഘടനയില്ലാത്തവന്മാരെ അതിനകത്ത് നോമിനേറ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്നതിന് പകരം ഇങ്ങനെ ചെയ്തു. അത് മാത്രമേ ഞാനത് കണ്ടുള്ളൂ. അല്ലാതെ ബാക്കിയുള്ള അദ്ദേഹം പിടിച്ചു വെച്ച ബില്ലുകളെന്നൊക്കെ പറയുന്നത് പിടിച്ചു വെക്കേണ്ട ബില്ലുകൾ തന്നെയാണ്. കാരണം ജനങ്ങൾക്ക് വളരെയധികം പ്രതികൂലമായി ജനങ്ങളെ ബാധിക്കുന്ന കാര്യങ്ങളാണ് അടങ്ങുന്ന ബില്ലുകളാണുള്ളത്. കാരണം ഈ നാട്ടിലെ യഥാർത്ഥത്തിൽ അഴിമതി നിരോധന നിയമം അത് ഏതാണ്ട് നോക്കുകുത്തിയായി കഴിഞ്ഞു. അതിൻ്റെ സെക്ഷൻ 19 അമെൻമെൻറ്റ് വന്നതോടുകൂടി ഇപ്പോൾ ഒരാളുടെ പേരിൽ കേസ് എടുക്കണമെങ്കിൽ അയാളുടെ അനുവാദം വാങ്ങിക്കണം. ആ രീതിയിലേക്ക് പോയി. ഞാനൊരു കേസ് എടുത്തോട്ടെ എന്ന് ഈ പ്രതി എടുത്ത് പോയി ചോദിക്കുക എന്ന് പറയുന്ന പോലാണ്. ആ രീതിയിലേക്ക് പോയി. കാരണം ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്ന് നേരത്തെ സാങ്ഷൻ വാങ്ങിച്ചിട്ടേ ഒരു കംപ്ലയിൻറ്റ് കൊടുക്കാൻ ഒക്കുള്ളൂ. ഗവൺമെൻറ് സാങ്ഷൻ കൊടുക്കൂ. ഈ അന്വേഷണം മുഴുവൻ കഴിഞ്ഞിട്ട് ഗവൺമെൻറ് സാങ്ഷൻ കൊടുക്കുന്നില്ല, പിന്നാണ് അതിന് മുമ്പേ ചോദിച്ചാൽ കൊടുക്കുന്നത്. അതൊന്നും കൊടുക്കില്ലല്ലോ. അപ്പോൾ ആ രീതിയിലേക്ക് അതിൻ്റെ അമെൻമെൻറ്റ് വന്നതോടുകൂടി ആ നിയമം പോയി കഴിഞ്ഞു. പിന്നെ ഉണ്ടായിരുന്നത് ലോകായുക്തയാണ്. ലോകായുക്ത വളരെ വൈഡ് പവേഴ്സ് ഉണ്ടായിരുന്ന ഒരു ബോഡിയാണ്. ആ പവർ കാരണമാണല്ലോ മന്ത്രി KT ജലീൽ രാജിവെക്കേണ്ടതായിട്ട് വന്നത്. അപ്പോൾ അത് KT ജലീലിൻ്റെ രാജിയിൽ അതങ്ങ് തീർന്നു, അതേ ഉള്ളൂ. അത് കഴിഞ്ഞ് മുഖ്യമന്ത്രി ഇതേപോലെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് പണമെടുത്ത് തോന്നിവാസം പോലെ ഇവരെല്ലാം കൂടെ ചിലവാക്കിയതിന് വന്ന കേസ് നമ്മൾ കണ്ടു. എങ്ങനെ പോയെന്ന് നമ്മൾ കണ്ടതാണല്ലോ. ആ രീതിയിൽ അപ്പോൾ അത് പോട്ടെ. എന്നാലും
അതിന് ആ നിയമത്തിന് ഒരു ഒരു ആ നിയമപ്രാബല്യമുണ്ട് ആ നിയമത്തിന്. പക്ഷേ അതിൻ്റെ പല്ല് നഖവും ഇളക്കിക്കളയുന്ന ഊരിക്കളയുന്ന ഒരു അമെൻമെൻ്റാണ് ഇപ്പോൾ കൊണ്ടുവന്നേക്കുന്നത്. അപ്പോൾ ആ അമെൻമെൻറ്റ് ഗവർണർ ഒപ്പിട്ടില്ല എന്ന് പറയുന്നത് വളരെ ന്യായമായ കാര്യമാണെന്നാണ് എൻ്റെ അഭിപ്രായം. അതേപോലെ പല ബില്ലുകൾ ഇപ്പം ചാൻസലറെ, ഗവർണറെ, അതായത് യൂണിവേഴ്സിറ്റികളിലെല്ലാം ഈ തോന്നിവാസം പോലെ രാഷ്ട്രീയക്കാരുടെ ആളുകളെ ഭാര്യമാരെയും അവരെ ഇരക്കം കുത്തിക്കയറ്റുന്ന ഒരു പ്രവണതയുണ്ട് കേട്ടോ. ഇവിടുത്തെ മന്ത്രിമാരുടെ ഭാര്യമാർ വരെ വളരെ വലിയ ഉന്നതമായ പോസ്റ്റുകളിൽ ഇരിക്കുകയാണ്. അങ്ങനെ വന്നപ്പോൾ ഗവർണറെ ഒന്ന് മാറ്റിയിട്ട് ചാൻസലർ എന്നുള്ള സ്ഥാനത്ത് മാറ്റിയിട്ട് അവിടെ മുഖ്യമന്ത്രി അവരോധിക്കാൻ, പിന്നെ മുഖ്യമന്ത്രി അവരോധിച്ച് കഴിഞ്ഞാൽ പിന്നെ DYFIക്കാരോ അല്ലെങ്കിൽ CPMകാരുടെ ഭാര്യമാരോ ഒന്നും കയറത്തില്ല കേട്ടോ. ആ രീതിയിലുള്ള ഒരു കാഴ്ചപ്പാടിലാണ് ഈ മുഖ്യമന്ത്രിയാക്കാൻ പറയുന്നത്. എന്തുദ്ദേശിച്ചാണ് ഇതൊക്കെ ചെയ്യുന്നത്? തോന്നിവാസമല്ലേ? അപ്പോൾ അത് വന്നപ്പോൾ അത് ഗവർണർ ഒപ്പിടാതിരിക്കുന്നത് ന്യായമായ കാര്യമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ആ ബില്ലുകളൊക്കെ അദ്ദേഹം പിടിച്ചു വെച്ച ബില്ലുകളിലൊക്കെ പിടിച്ചു വെക്കാൻ കൊള്ളാവുന്നതാണ്. അതിന് കാര്യമുണ്ട്. അത് വേറൊരു കാര്യമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു കറക്റ്റീവ് ഫോഴ്സെങ്കിലും ഒരാളെങ്കിലും വേണ്ടേ നിങ്ങൾ ചെയ്യുന്ന തെറ്റാണ് എന്ന് ചൂണ്ടിക്കാണിക്കാൻ. ഇങ്ങനൊരു റിക്വസ്റ്റ് കിട്ടിയാൽ പോലും അത് യൂണിയൻ ഗവൺമെൻറ് ഇന്ന് അതിന്മേളിൽ ആക്ട് ചെയ്യുമോ എന്നുള്ളത് എനിക്ക് സംശയമാണ്. കാരണം ഈ മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഒരു മേൽക്കൈ കിട്ടുന്നതിന് തുല്യമാവും ആ രീതിയിലൊരു റിക്വസ്റ്റ് സ്വീകരിച്ചിട്ട് ഈ ശ്രീ ആരിഫ് മുഹമ്മദ് ഖാനെ തിരിച്ചു വിളിച്ചാൽ. അതുകൊണ്ട് അവർക്ക് CPMന് ഒരു മേൽക്കൈ കൊടുക്കാനായിട്ടൊന്നും ഒരിക്കലും BJP ഗവൺമെൻറ് കൂട്ടുനിൽക്കും എന്ന് ഞാൻ കരുതുന്നില്ല. പിന്നെ ഇനി എന്താ അതിൻ്റെ പുറകെ നടക്കാൻ പോകുന്നതെന്ന് എനിക്കറിയില്ല, അത് വേറെ കാര്യം. ഒത്തുകളിലേക്ക് ഒരുപാടുണ്ട്, നമ്മൾ ഒരുപാട് കാര്യങ്ങളിൽ കാണുന്നതാണ്. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ ഇതിനകത്ത് എന്താ സംഭവിക്കുന്നത് എനിക്കറിയില്ല. പക്ഷേ സാധാരണഗതിയിൽ ഇത് അദ്ദേഹത്തിന് തിരിച്ചു വിളിക്കാൻ യാതൊരു സാധ്യതയും കാണുന്നില്ല. മാത്രവുമല്ല, ആ തിരിച്ചു വിളിക്കുന്നത് BJPയെ സംബന്ധിച്ചിടത്തോളം ആത്മഹത്യാപരമായിരിക്കും. കാരണം ഇദ്ദേഹം രാഷ്ട്രീയം കളിക്കുന്നു, രാഷ്ട്രീയക്കാർക്ക് വേണ്ടി, BJPക്ക് വേണ്ടി നിൽക്കുന്നു എന്നുള്ള രീതിയിലുള്ള ഒരു അലിഗേഷൻ, ആരോപണമാണല്ലോ ഉള്ളത്. അതിനെ ശരിവെക്കുന്ന വിധത്തിലാവും അദ്ദേഹത്തിന് തിരിച്ചു വിളിച്ചാൽ. അതുകൊണ്ട് ഒരു സാധ്യതയും ഞാൻ കാണുന്നില്ല അദ്ദേഹത്തിന് തിരിച്ചു വിളിക്കാൻ. അങ്ങനെ ഇല്ലാത്തപ്പോൾ വീണ്ടും വളരെ ഉപദ്രവം ഉണ്ടാക്കിക്കൊണ്ടിരുന്നാൽ വളരെ വലിയ കോൺസിക്വൻസ്, അതിൻ്റെ അനന്തരഫലങ്ങൾ എന്ന് പറയുന്നത് വളരെ വലുതായിരിക്കും, വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള കാര്യവുമായിരിക്കും. അതായിരിക്കും നമുക്ക് കാണാനുള്ളത്.